വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് ബിഗ് ബനിയൻ റിസോർട്ടിലാണ് കേട്ടോ. അതായത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ വൈൻ ഉണ്ടാക്കുന്ന, മെയിനായിട്ട് വൈൻ ഉണ്ടാക്കുന്ന സ്ഥലമാണ്. അതായത് നമ്മുടെ ഗ്രേപ്സിലെ മുന്തിരി കൊണ്ട് വൈൻ ഉണ്ടാക്കുന്ന ഫാക്ടറീസും അതുപോലെ തന്നെ മുന്തിരി തോട്ടവും അതുപോലെ തന്നെ അതിൻ്റെ ഫാക്ടറിയൊക്കെ ആയിട്ടാണ് ഇവിടെ ഉള്ളത്. ഇവരുടെ ബ്രാൻഡ് എന്ന് പറയുന്നത് ബിഗ് ബനിയൻ, അതാണ് ബ്രാൻഡ് വരുന്നത്. അപ്പോൾ അതായിപ്പോൾ അതിൻ്റെ മുൻപിലാണ് ഉള്ളത് ബിഗ് ബനിയൻ. റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു മുന്തിരി തോട്ടം ഉണ്ടെന്നാണ് പറഞ്ഞത് ബാക്ക് സൈഡിൽ. അതുപോലെ തന്നെ പിന്നെ ഇതും എന്താ പറയുക, ഫാക്ടറിയും, വൈൻ ഉണ്ടാക്കുന്ന ഫാക്ടറിയും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം വരുന്നത് കേട്ടോ. അതായത് ഈ റിസോർട്ടിൻ്റെ ഉൾഭാഗത്ത് ഇങ്ങനെയാണ് പച്ച പുൽത്തക്കിടിയൊക്കെ ആയിട്ട് ഇവിടെ ഒരു ഊഞ്ഞാലാടാനൊക്കെ ഉണ്ട്. അതുപോലെ അപ്പുറത്തെ ഭാഗത്ത് ഒരുപാട് കസേരയൊക്കെ ഇട്ട് വിശ്രമിക്കാനൊക്കെ സ്ഥലമുണ്ട്. പിന്നെ ഇതിൻ്റെ ആ ബിൽഡിങ്ങിൻ്റെ ഉൾഭാഗത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ വൈന്, ഇതിൻ്റെ എന്താ പറയുക, ഈ റിസോർട്ടിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ വൈൻ ഉണ്ടാക്കുന്നതൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് കാണിച്ചു തരും. അതാണ് ഇതിൻ്റെ ഉള്ളിൽ കാണിച്ചു തരുന്നത്. അതുപോലെ വൈൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലെഫ്റ്റ് ഭാഗത്ത് ഒരു സ്ഥലമുണ്ട്. പക്ഷെ നമ്മൾ പെയ്ഡാണത്, പൈസ കൊടുത്താൽ മാത്രമേ നമുക്കത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് ഇപ്പം പോവുകയാണ് കേട്ടോ. ഇവിടെയാണ് അവർ അതിൻ്റെ ഒരു വീഡിയോ പോലെ എന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്, ഇതിൻ്റെ ഹിസ്റ്ററി ഒക്കെ ആയിട്ട്. And the company comes under the Bondi Slip Private Limited. So under that we have a Paul John Indian Single Malt Whiskey. You heard about that? Yep. Yeah. So under that we have a Big Band in Vineyards. Under Big Band we have some sub-brands like Ampersand, Langurin, etc. And we have two units. One is in Goa and one is in Bangalore. In Goa we have a whiskey distillery, that's a Paul John. In Bangalore we have a Big Band in Vineyards. After this we'll go to the Vineyards. Oh, the tales a glass of wine would tell, if only it could speak. It would tell you about the time when it was a mere tiny grain. Or perhaps begin its tale at the very beginning. When it was a whisper of a vine in the heart of earth. How the vine shot forth and unfurled into a spring green creeper. How the sun smiled at it, how the rain kissed it, how the first flowers blossomed. It will tell you of a time when it saw the light of day first, and the 100-odd sunsets and sunrises that came after. The day the pluckers came, it knew the time was ripe. The plump, full clusters were ready for harvest. It was gently brought into the vintner's care. They crushed and coaxed and brought out the sweet nectar. And thereafter, it was sheer alchemy that turned it into this wonderful wine, so full of character. Big Banyan wines have quite the tale to tell. If only you'd care to pay attention. Take a sip and savor what our wines have to unravel. നമ്മളിതാ മുന്തിരിയുടെ
പാടം, അതായത് മുന്തിരിത്തോട്ടം കാണാൻ വേണ്ടിയിട്ട് ഇതിനുള്ളിലേക്കാണ് പോകുന്നത്. റാഞ്ച് ഗ്ലോബൽ കസിൻസ് ബാർ ആൻഡ് വൈനിയാട്, ഇവിടത്തേക്കാണ് പോകുന്നത് കേട്ടോ. ശരിക്കും അതാ വരുന്നുണ്ട്. എന്തൊരു സ്മെല്ലേ. ആ അതിന്റെയാണ്. വെള്ളം പറ്റിയിട്ട് ചളിയായിട്ട് ഈ ബ്രാൻഡിന്റെ പേരെന്താന്ന്? ബിഗ് ബനിയൻ. ബിഗ് ബനിയൻ പേര്. ഓക്കെ, ബിഗ് ബനിയൻ വൈൻ. റിസോർട്ടിന്റെ പേരെന്താണ്? ദൈവമേ, അമ്മ ഓക്കെ. ഈ അറ്റ്മോസ്ഫിയർ ഒക്കെ വാവ്. ഇത് എടാ കുഞ്ഞെടുത്തു മെഷീനല്ലേ, അതില് വീഡിയോയില് മെഷീനല്ലേ കാണിക്കുന്നു. ഇതാ ഇവിടെ മുന്തിരി. മുന്തിരി അതാ അവിടെ ഇട്ടിട്ടല്ലേ. മുന്തിരി മുന്തിരി അതറിയില്ല, ചെലപ്പോ ചവിട്ടനി ആയിരിക്കും. കയറാൻ പറ്റൂല, ഇങ്ങനെ കാണാനേ പറ്റുള്ളൂ. ചെറുതാണ് വലയിട്ടിട്ട് ചെറുതാണ്. അതെന്നാ വെള്ളം തന്നെയാ പറിക്കുന്നതായിട്ട് ഇങ്ങനെ വലയിട്ടല്ലേ. ഇത് കാണുന്നില്ല പക്ഷെ വീഡിയോയില് വലയിട്ടുണ്ട്. അങ്ങത്തോളം ഉണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. ഇതാ എല്ലാരും പറിക്കുന്ന ഇതാ ഫുള്ള്. അതെ, ആ കളറിനെ നോക്കിയേ, ഒരു എന്തോ ഒരു കളറല്ലേ. ഇതാ താഴെല്ലാം വീണിട്ടുണ്ട്. ഇതാ അയ്യോ, ഇതാ ഒന്ന് കിട്ടി. ഒരു മുന്തിരി ഞാൻ പറിച്ച്. പൊടിയാന്ന് തോന്നുന്നു പക്ഷെ. നല്ല മഴയുണ്ട്. കൂടുതൽ കടക്കാൻ വേണ്ടിട്ട് കായില്ലാത്തതുകൊണ്ട് നമ്മള് കഴിഞ്ഞതാ. ഇതിപ്പോ ഉണ്ടായിരുന്നെങ്കിൽ ഉള്ളിലേക്ക് കയറിപ്പോയിട്ട് ജസ്റ്റ് വീഡിയോ എങ്കിലും എടുക്കായിരുന്നു. പക്ഷെ ഇതിന്റെ ഉള്ളിൽ നിന്നുള്ളതായിട്ട് ഭംഗി ഉണ്ടാവും. പക്ഷെ എന്നിട്ട് കഴിക്ക്. അത് നല്ല വെള്ളം തന്നെയാ. അതെ അതെ. നീ കഴിച്ച മുന്തിരിപ്പാടത്തിൽ വന്നിട്ടുള്ള കേട്ടാ.
മുന്തിരി ഇവിടെ സൈഡിൽ നോക്കിയാൽ പറിക്കാൻ പറ്റുന്നില്ല. വാങ്ങിക്കുന്നുണ്ട്, കഴുകിയിട്ട് കഴിക്കാം. നല്ല മഴയുണ്ട് കേട്ടോ. പറിക്കുന്നതോ ആരാ അവര് കൊല വാങ്ങിച്ചിട്ട് പോയി? ഇത് പച്ചമുന്തിരിയാ അല്ലെങ്കിൽ ഇത് പച്ചമുന്തിരിയാ അല്ലെങ്കിൽ ഇത് തന്നെയാ ബ്ലാക്ക് തന്നെയാ? ഇതാ ഇവര് പറിച്ചിടുന്ന. അണ്ണ ഇത് ഗ്രീൻ ഗ്രേപ്സാ? ഗ്രീനാ? വൈറ്റാ? ഇവിടെയൊക്കെ ഇവര് പറിക്കുന്നുണ്ട് കേട്ടോ. അതാ ഇത് പച്ചമുന്തിരി. ഇതാ ഇവിടെയൊക്കെ മുന്തിരി ഉണ്ട് കേട്ടോ. അതാ ഇതെന്ന് പറയുന്നത് പച്ച മുന്തിരി വേണ്ട. ബാക്കിലൊക്കെ ഒരുപാട് ഈ സൈഡിലൊക്കെ ഉണ്ട്. ഫുൾ പുറത്തൊക്കെ ഫുൾ വിഷടിച്ചാന്ന് തോന്നുന്നു. കളർ നോക്കിയേ. നമുക്ക് ഇവിടുന്ന് പറിച്ച് കഴിക്കാം. എന്താ വൃത്തി കഴുകിയിട്ടേ കഴിക്കാൻ പറ്റില്ല കേട്ടോ. പക്ഷെ നല്ല മധുരമുണ്ടേ. മധുരം നല്ലോണുണ്ട്. പക്ഷെ പുറത്തു നോക്കിയേ ഫുൾ വിഷാ തോന്നും. ഒരുമാതിരി വെള്ള കളറ്. ഇതാ ചുറ്റും നോക്കി അവര് ഇത് പറിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇതിപ്പം ഓപ്പൺ ആക്കിയിട്ടുള്ളത്. അപ്പുറത്തുള്ള സൈഡിലൊക്കെ മൊത്തം വലയിട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് കറുത്ത മുന്തിരിങ്ങ പറിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല കേട്ടോ. ഈ പച്ചമുന്തിരിയെ പറിക്കാൻ പറ്റിയിട്ടുള്ളൂ. ഒരുപാട് ഏക്കർ കണക്കിനുണ്ട് കേട്ടോ. അതാ ഇതിന്റെ ഉള്ളിലാണ് കേട്ടോ നമ്മൾ വൈൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോ ഇത് പെയ്ഡാണ്. നമുക്ക് പൈസ കൊടുത്താലും മാത്രമേ ടേസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള ഇതെന്നാ മോനെ വൈനാണ് കേട്ടാ. വൈൻ മുന്തിരി നമ്മൾ കണ്ടിട്ടില്ല. മുന്തിരി എന്നുള്ള വൈനാണ് കേട്ടോ. ഇങ്ങ വൈന് ടേസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സ്പെഷ്യൽ പൈസ കൊടുക്കണം കേട്ടോ. അതുകൊണ്ട് ജസ്റ്റ് ഇതിന് മുകളിൽ കാണാൻ വേണ്ടി മാത്രം വന്നതാ. ഇനി നമ്മൾ വൈൻ ഉണ്ടാക്കുന്ന പ്രൊഡക്ഷന്റെ ഫാക്ടറിയിലേക്ക് പോവാണ് കേട്ടോ. അവിടെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ഇതാ ഇവിടെ നോക്കിയാട്ടെ വൈനുണ്ട് അതിൻ്റെ ഉള്ളില്. വീഡിയോ എടുത്തുവിടാന്ന് പറഞ്ഞു. ഇവിടുന്ന് തന്നെ ഇപ്പൊ പുറത്താക്കും. ഞങ്ങളിതാ ഇവിടുന്ന് ഇതൊക്കെ കണ്ട് തിരിച്ചു പോവാണ് കേട്ടോ. ഇവിടുത്തെ 3 കുപ്പി വൈൻ കാണിച്ചേ. വൈനൊക്കെ വെച്ച് വൈൻ കാണിച്ചു കൊടുക്കാല. വൈൻ ഇതാ. ഇതെന്തായിരുന്നു ഇതിന്റെ സ്പെഷ്യൽ? ഇതിന്റെ സ്പെഷ്യൽ എന്നാ പേരെല്ലാം നോക്കിയട്ടെ. പേരെന്നാ ലങ്കൂറ. റെഡ് വൈൻ. റെഡ് വൈൻ ഉണ്ടാ. ഇതാണ് വാങ്ങിച്ചത്. ഓക്കെ
ഇതിപ്പം നമ്മൾ ഈ റിസോർട്ട് പോയില്ലേ, അപ്പോൾ ആ പോയതിൻ്റെ ബിഗ് ബനിയൻ എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ ആ റിസോർട്ട് പേര് പറഞ്ഞത്. അപ്പോൾ അതിന് പേര് വരാൻ കാരണം എന്താ, ഈ ബനിയൻ ട്രീ കാരണമാണെന്നാണ് പറഞ്ഞത് അവർ. ഇതാ ഇവിടെ നോക്കിയ ഒരുപാട് ഈ ആൽമരം, ഒരാൽമരമാണ്, പക്ഷേ അതിൻ്റെ വേര് നോക്കിയ താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും വീണ്ടും ഇതാ ഒരുപാട് ആൽമരത്തിൻ്റെ ശാഖകൾ. ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്, നമ്മൾ റിസോർട്ട് പോയിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ റിസോർട്ട് പോയപ്പോൾ അവിടെ പേരുണ്ടായിരുന്നത് ബിഗ് ബനിയൻ റിസോർട്ട്സും അങ്ങനെ വൈനും കാര്യങ്ങളൊക്കെ അല്ലേ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് പേര് വരാൻ കാരണം ഇതിപ്പോൾ അതിന് അവിടെ എത്തുന്നതിന് തൊട്ട് മുൻപേ ആയിട്ട് ഒരു സിറ്റി, അതായത് ഒരു ചെറിയൊരു സിറ്റി ഏരിയ ആണ്. അവിടെ റോഡ് സൈഡിലൊരു ഈ ബനിയൻ ട്രീ കാണുന്നില്ല ബാക്കിൽ, ഈ ബനിയൻ ട്രീ ഉള്ളത് കൊണ്ടാണ് ഈ ഏരിയയെ അങ്ങനെ ബിഗ് ബനിയൻ എന്ന് പേര് വരാൻ കാരണം. അതായത് ഇത് നോക്ക്, ബാക്ക് സൈഡിൽ ഒരു നമ്മുടെ ആൽമരം ഇല്ലേ, ഒരു ആൽമരമാണ്, അതിൻ്റെ താഴ്ഭാഗത്തേക്ക് ഒരുപാട് ശിഖരങ്ങൾ വന്നിട്ട് അതിൽ നിന്ന് പിന്നെയും വീണ്ടും ആൽമരം, അങ്ങനെ കുറേ ആയിട്ടാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഇതാ നോക്കിയേ ബാക്ക് സൈഡിൽ. അങ്ങത്തോളം ഇത് മൊത്തമായിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, ഒരുപാട് ഏരിയ കണക്കിനുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. ಹುಡುಗಿ ಬಂದಿರಪ್ಪ ಕಲರ್ ಇದಾಗಿಲ್ಲ.